വാർത്തകളിലേക്ക് വിശദമായി. വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം. ജനങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാവരുത് വികസനം. തീരദേശവാസികളെ ഉൾപ്പെടുത്തി വിഴിഞ്ഞത്ത് ശാസ്ത്രീയ പഠനം വീണ്ടും നടത്തണമെന്നും ലത്തീൻ രൂപത ആവശ്യപ്പെടുന്നു. തീരദേശത്തെ പ്രശ്നങ്ങൾ മുൻനിർത്തി വീണ്ടും സമരരംഗത്തിറങ്ങാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നതാണ് പള്ളികളിൽ വായിച്ച ഇടയലേഖനം. തീരദേശത്തെ അസാധാരണ സാഹചര്യങ്ങളെ മുൻനിർത്തി പുതിയ സമര നീക്കത്തിന് ഒരുങ്ങുകയാണ് ലത്തീൻ സഭ. ഇന്ന് പള്ളികളിൽ വായിച്ച സർക്കുലറിൽ തീരം കടലെടുക്കുന്നതിന് കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമാണെന്ന് ആരോപിക്കുന്നു. നിർമ്മാണം നിർത്തിവെച്ച് വിഴിഞ്ഞത്ത് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി വീണ്ടും ശാസ്ത്രീയ പഠനം നടത്തണം. തീരശോഷണത്തിന് ശാശ്വത പരിഹാരം വേണം. ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റണം. പണമുണ്ടായാൽ മതി, വികസനമാണ് ഉദ്ദേശം. മനുഷ്യന്റെ നെഞ്ചിൽ ചവിട്ടി അവരുടെ ജീവനോപാധിയും ഇല്ലാതാക്കുന്ന വൃത്തികെട്ട വികസനത്തിനാണ് അവർ സാക്ഷ്യം വഹിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ വിശ്വാസികളെ അണിനിരത്തി പുതിയ സമര ആഹ്വാനമാണ് ലത്തീൻ സഭ നടത്തുന്നത്. രൂപതകൾ കേന്ദ്രീകരിച്ച് പ്രചരണ പരിപാടികൾ ശക്തമാക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിന് പിന്നാലെ ശക്തമായ രണ്ടാം ഘട്ട സമരമാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതാണ് കാരണം. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. +1 പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് പട്ടികയിൽ തിരുത്തൽ വരുത്താനുള്ള സമയം നീട്ടി വിദ്യാഭ്യാസ വകുപ്പ്. നാളെ വൈകിട്ട് 5 മണിവരെ വിദ്യാർത്ഥികൾക്ക് പട്ടിക പരിശോധിച്ച് തിരുത്തൽ വരുത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ട്രയൽ അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വെബ്സൈറ്റിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടത് വിദ്യാർത്ഥികൾക്ക് 1 ദിവസം നഷ്ടപ്പെടുന്നതിന് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പരിഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനം. കരുവന്നൂരിന്റെ ഇരകൾ. ബാങ്കിൽ 1.5 ലക്ഷം രൂപയുണ്ട്. എന്നാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയാണ് സുനിത. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ മറ്റൊരിരയാണിവർ. ഒരു ആയുസ്സിന്റെ സമ്പാദ്യമാണ് കരുവന്നൂർ ബാങ്കിൽ സുനിതയുടെ നിക്ഷേപം. ആരോഗ്യമുള്ള കാലത്ത് രാപ്പകൽ വീടുപണി ചെയ്താണ് സുനിത പണം സ്വരൂപിച്ചത്. പിന്നീട് എപ്പോഴെങ്കിലും മുതൽക്കൂട്ടാകുമെന്ന് കണക്കുകൂട്ടി കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഈ പണം നിക്ഷേപിച്ചു. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് സുനിത കരുതിയിരുന്നില്ല. ബാങ്കിലെ ക്രമക്കേടുകൾ വാർത്തയായപ്പോൾ ഭയന്ന സുനിത പണം പിൻവലിക്കാൻ ബാങ്കിൽ ചെന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും 1.5 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് സുനിതയ്ക്ക് ലഭിച്ചത് വെറും 2000 രൂപ. 2 ലക്ഷം കിട്ടിയിരുന്നേ, അതിന് 50,000 കിട്ടി. ഇനി 1.5 ലക്ഷം കൂടി കിടക്കണ്ട അവിടെ. അവര് പറയുന്നു പൈസ അടുത്ത മാസം പൈസയാവും, അപ്പൊ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2000 ഒക്കെ ഇങ്ങനെ തരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ കിട്ടി തന്നില്ല. എന്തെന്ന് പറയാ, ഇപ്പൊ പൈസ ഇല്ല, അടുത്ത മാസം ആകുമ്പോ പൈസ തരാന്ന് പറഞ്ഞിട്ട്. പ്രായാധിക്യത്തെ തുടർന്ന് അസുഖങ്ങൾ വേട്ടയാടുന്ന അച്ഛനും പക്ഷാഘാതം വന്ന് തളർന്നു കിടക്കുന്ന അമ്മയും മാത്രമാണ് സുനിതയ്ക്ക് കൂട്ടായുള്ളത്. ഇത് സുനിതയുടെ മാത്രം ദുരവസ്ഥയല്ല. കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പിനിരയായ നിരവധി പേരാണ് ഒരു ആയുസ് മുഴുവൻ ജോലി ചെയ്ത തങ്ങളുടെ സമ്പാദ്യം തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. കൂലിപ്പണി ചെയ്തുണ്ടാക്കിയ പണം തന്റെ വീടുപണിക്കായി ആവശ്യപ്പെട്ടപ്പോൾ ബാങ്കിൽ നിന്നും നിരസിച്ചതിന്റെ ഞെട്ടലിലാണ് 71-കാരിയായ ചന്ദ്രമതി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ അടുത്ത ഇരയാണ് ഈ അമ്മ. 4 ലക്ഷം രൂപ ഈ ബാങ്കിൽ നിക്ഷേപിച്ചതിനെ തുടർന്ന് ചന്ദ്രമതിയുടെ ജീവിതം ദുരിതപൂർണമാണിപ്പോൾ. ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ പെൻഷൻ കാശോണ്ടാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് പാടില്ലാണ്ടായി. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊക്ക് പ്രതീക്ഷ ഇല്ലാണ്ടായി തുടങ്ങി. എന്തിട്ട് ചെയ്യാ, തീരെ നിവൃത്തില്ലാണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവിടേക്കുള്ള പോക്ക പോകുന്നത്. ഇപ്പോൾ
ശരിക്കൊന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല ചന്ദ്രമതിക്ക്. ആയുസിന്റെ നല്ല പാതയിൽ ശരീരം നോക്കാതെ ഈ അമ്മ കഠിനാധ്വാനം നടത്തി. അങ്ങനെ സ്വരൂപിച്ച ചെറിയ സമ്പാദ്യങ്ങൾ പല തവണകളിലായി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപയായി. ഇന്നിപ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ അസുഖങ്ങൾ മാത്രം കൂട്ടായ ഈ അമ്മയ്ക്ക് 4 ലക്ഷം രൂപ പാസ്ബുക്കിലെ വെറുമെഴുത്ത് മാത്രം. മരുന്ന് വാങ്ങാൻ പോലും ഈ തുക ഉപകാരപ്പെടുന്നില്ല. പണം പിൻവലിക്കാൻ പലവട്ടം ബാങ്കിൽ പോയെങ്കിലും കിട്ടിയത് വെറും 2000 രൂപ മാത്രം. ശ്രദ്ധ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ അതിൻ്റെ ആരോഗ്യക്കുറവാണ് എനിക്കിപ്പോൾ വന്നത്. ശരീരം നോക്കാണ്ട് പണി ചെയ്തു. ഞാൻ കൂലിപ്പണിക്കിന് പോയിരുന്നത്. കൂലിപ്പണിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കൊയ്യാനും കൊയ്ത്തിനും അങ്ങനെയൊക്കെയുള്ള പണിക്ക്. ഇപ്പോൾ ഈ ബാങ്കിൽ പോയിട്ട് കിട്ടുന്നതാണ് 2500. അതുകൊണ്ടാണ് പോയി കഴിച്ചു കൂട്ടുന്നത്. പിന്നെ വേറെ വരുമാനമില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ 2000 രൂപ കിട്ടും. ഇതിനിടെ ബാങ്കിൽ നിന്നും സംഭവിച്ച ഒരു ഗുരുതര വീഴ്ചയും ശ്രദ്ധയിൽപ്പെട്ടു. അക്കൗണ്ടിലെ ബാക്കി തുക പാസ്ബുക്കിൽ എഴുതിയപ്പോൾ ഇത് 43,930 രൂപയായി കുറഞ്ഞു. ബാങ്കിൽ നിന്നും സംഭവിച്ച കൈപ്പിഴയാകാം ഇത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ കൈപ്പിഴ തനിക്ക് പ്രതിസന്ധിയായി മാറുമോ എന്ന ആശങ്കയിലാണ് ചന്ദ്രമതി. ന്യൂസ് 18 തൃശൂർ. വയനാട് ബത്തേരിയിലെ കാർഷിക ഗ്രാമവികസന ബാങ്കിനെതിരെയുള്ള വ്യാജരേഖ കേസിൽ പരാതി ശരിവെച്ച് സഹകരണ വിജിലൻസ്. ബാങ്ക് അധികൃതർ വാഹനം വാങ്ങുവാനും ഓണററി സെക്രട്ടറിക്ക് ഓണറേറിയം നൽകുവാനും വ്യാജരേഖ ചമച്ചുവെന്നായിരുന്നു പരാതി. ബാങ്കിലെ എ ക്ലാസ് അംഗം റോയി ജോണാണ് വിജിലൻസിന് പരാതി നൽകിയിരുന്നത്. ജില്ലാ ജോയിന്റ് രജിസ്ട്രാറുടേതെന്ന പേരിൽ ബാങ്ക് ഉപയോഗപ്പെടുത്തിയ 2 ഉത്തരവുകൾ വ്യാജമാണെന്നായിരുന്നു റോയി ജോണിന്റെ പരാതി. 2013 സെപ്റ്റംബർ 10, 2014 ജൂലൈ 19 തീയതികളിലേതായിരുന്നു ഉത്തരവുകൾ. 2 ഉത്തരവുകളും ബാങ്ക് വ്യാജമായി നിർമ്മിച്ചതാണെന്ന പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തി. ഞാൻ സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലെ ഒരു ക്ലാസ് മെമ്പറാണ്. നിലവിലെ അവിടെ ഉത്തരവുകൾ വ്യാജമായിട്ടുണ്ടാക്കിയത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഞാൻ വിവരാവകാശം കൊടുക്കുകയും വിവരാവകാശത്തിന് ഉള്ള മറുപടികളിൽ അവ്യക്തത തോന്നുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ഞാൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ബത്തേരി പോലീസ് ആ പരാതി നൽകിയത് തള്ളിക്കളഞ്ഞ് എനിക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ അതിനെ തുടർന്ന് ഞാൻ വയനാട് SP പരാതി കൊടുക്കുകയും SP അത് വിജിലൻസിന് കൈമാറുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്നുള്ളതിൽ. ജില്ലാ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവുകളടങ്ങുന്ന ഫയലുകൾ അപ്രത്യക്ഷമായതായി കണ്ടെത്തിയിരുന്നു. ഫയലുകൾ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും സഹകരണ വിജിലൻസ് അന്വേഷിക്കണമെന്നും ജില്ലാ പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് വ്യാജ ഉത്തരവുകൾ സൃഷ്ടിച്ചതായി റോയ് ജോൺ ബത്തേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് അംഗീകരിച്ചില്ല. ഉത്തരവുകളിൽ ഒപ്പിട്ടത് താനാണെന്ന ജോയിന്റ് രജിസ്ട്രാറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ ഉത്തരവുകൾ വ്യാജമാണെന്ന ജോയിന്റ് രജിസ്ട്രാർ പിന്നീട് രേഖാമൂലം മൊഴി നൽകി. പരസ്പര വിരുദ്ധമായ മൊഴികൾ ലഭിച്ചിട്ടും ഈ വൈരുദ്ധ്യം പരിശോധിക്കാൻ പോലീസ് ശ്രമിച്ചില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വ്യാജ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ റദ്ദാക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്തു. ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പുനരന്വേഷണവും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. ഭവന പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ ശിവസേന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റൌത്തിനെ ED അറസ്റ്റ് ചെയ്തേക്കും. 2 മണിയോടെ റൌത്തിനെ ചോദ്യം ചെയ്യാനായി ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തും. രാവിലെ 7:30യോടെയാണ് ED ഉദ്യോഗസ്ഥർ മുംബൈയിലെ സഞ്ജയ് റൌത്തിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയത്. പോരാട്ടം തുടരുമെന്നാണ് സഞ്ജയ് റൌത്തിന്റെ പ്രതികരണം. അതേസമയം റൌത്തിനെ തള്ളി NCP നേതാവ് അജിത് പവാർ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ED റെയ്ഡ് എന്തിനെന്ന് സഞ്ജയ് റൌത്തിന് അറിയാമെന്നായിരുന്നു അജിത് പവാറിന്റെ പ്രതികരണം. വിവരങ്ങളുമായി MG മിഥുൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇനി പോരാട്ടം ജയിലിനുള്ളിൽ നിന്നാകുമോ? കൃഷ്ണജാജി, ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഇപ്പോൾ ശിവസേന നേതാവ് കൂടിയായിട്ടുള്ള സഞ്ജയ് റൌത്തിനെതിരെ ED വീണ്ടും കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ള സൂചനയും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഗൊരേഗാവിലെ പത്രച്ചാൽ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം 1000 കോടിയിലേറെ രൂപ, 1034 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആസ്പദമാക്കിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത അനുയായി കൂടിയായിട്ടുള്ള പ്രവീൺ റാവത്തിനെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട
അറസ്റ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് സഞ്ജയ് റൌത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 80 ലക്ഷം രൂപയോളം ഈ അടുത്ത ഇടയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇത് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ ഇഡി കണ്ടെത്തുകയും ചെയ്തു. ഇത് ഈ പണവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 7:30 കൂടിയാണ് സഞ്ജയ് റൌത്തിന്റെ വസതിയിലെത്തി ഇഡി പരിശോധന നടത്തിയത്. ഏകദേശം 3 മണിക്കൂറോളം ഈ ഒരു പരിശോധന നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ 2 മണിക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇഡി ആസ്ഥാനത്ത് എത്തിച്ചേരണമെന്നുള്ള ഒരു നിർദ്ദേശം സഞ്ജയ് റൌത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ചേർത്ത് വായിച്ച് വേണമെങ്കിൽ ഈ വിഷയത്തെ, ഈ പരിശോധനയെ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന NCPയിലെ തന്നെ നേതാവ് അജിത് പവാർ രംഗത്ത് വരുന്നു. ED റെയ്ഡ് എന്തിനെന്ന് സഞ്ജയ് റൌത്തിന് അറിയാമെന്ന് പറയുന്നു. എന്താണ് അവിടെ പ്രശ്നം? തീർച്ചയായും, അതായത് ഈ മഹാരാഷ്ട്രയിലെ പ്രതിസന്ധി വന്ന സമയം തന്നെ ഈ ഇത്തരത്തിൽ മഹാവികാസ് അഘാഡിയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് NCP നേതൃത്വം അന്ന് എത്തുകയും ചെയ്തിരുന്നു. അത് പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉടനടി രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ശരത് പവാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശരി. ഭവന പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ ശിവസേന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റൌത്തിനെ ED അറസ്റ്റ് ചെയ്തേക്കും. 2 മണിയോടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. റെയ്ഡ് 5 മണിക്കൂർ പിന്നിട്ട് ഇപ്പോഴും തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു MG മിഥുൻ. സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. ഉമേഷ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ വൈകുന്നേരങ്ങളിൽ പെയ്യുന്നുണ്ട്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? മൺസൂൺ വീണ്ടും ശക്തമായതാണ്. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകാൻ കാരണം പടിഞ്ഞാറൻ കാറ്റ് ഇന്നലെ മുതൽ തന്നെ ശക്തിപ്പെട്ടിരുന്നു. ഇന്നെന്തായാലും ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് ഈ ജില്ലകളിൽ സാധ്യതയുണ്ട്. നാളെയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 7 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂർ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. മറ്റന്നാൾ, അതായത് 2-ാം തീയതി ചൊവ്വാഴ്ച 3 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് പറയുന്നു. അതായത് എക്സ്ട്രീംലി ഹെവി റെയിൻ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ ഈ ജില്ലകളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം കൂടുതൽ ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് മാറുകയും ചെയ്യും. എന്തായാലും ഈ ഒരാഴ്ച, അതായത് വരുന്ന 5 ദിവസവും മഴ ശക്തമായി തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കനത്ത മഴ പെയ്തേക്കും. മറ്റന്നാൾ 3 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. മംഗലൂരു സൂറത്കൽ ഫാസിൽ കൊലപാതക കേസിൽ ഒരാൾ അറസ്റ്റിൽ. ട്രാവൽ ഏജൻസി ഉടമ അജിത് ഡിസൂസയാണ് അറസ്റ്റിലായത്. കൊലയാളി സംഘം സഞ്ചരിച്ച കാറിന്റെ ഉടമയാണ് അജിത് ഡിസൂസ. കേരള, കർണാടക അതിർത്തികളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. മംഗലൂരുവിലെ ട്രാവൽ ഏജൻസി ഉടമയായ അജിത് ഡിസൂസയ്ക്ക് കൊലപാതകവുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇയാളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കേസിലെ ആദ്യ അറസ്റ്റ് കൂടിയാണ് അജിത്തിന്റേത്. വ്യാഴാഴ്ച രാത്രിയാണ് ഫാസിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കാറിലെത്തിയ 4 അംഗ സംഘമാണ് കൊലപാതകം നടത്തിയത്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടയിൽ സംഘർഷ സാധ്യത മുൻനിർത്തി ദക്ഷിണ കന്നഡ ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. കേരള അതിർത്തിയായ തലപ്പാടി, കൊണാജെ, ഉള്ളാൾ, വിട്ടള, പുത്തൂര്, സുള്ളിയ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കി. ഊടുവഴികളിലും പോലീസുകാരെ നിയോഗിച്ചു. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സുള്ളിയ ജൽസൂർ ചെക്ക് പോസ്റ്റിലും വാഹന പരിശോധന നടത്തുന്നുണ്ട്. രാത്രികാല കർഫ്യൂവും തുടരുന്നു. ദക്ഷിണ കന്നഡ ജില്ലയിൽ നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഒരു നേരം പോലും ഭക്ഷണം കിട്ടാതെ കോടിക്കണക്കിന് ആളുകൾ. അപ്പോഴതാ ഉള്ളു കത്തുന്ന യുക്രൈൻ കാഴ്ച. ഗോതമ്പ് പാടങ്ങളിൽ ബോംബിട്ട് റഷ്യ. വാർത്തയുടെ വേള കഴിഞ്ഞ്.
മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് ആവിക്കൽ തോട് ജനസഭയിലെ പ്രതിഷേധത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 75 പേർക്കെതിരെ കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഗതാഗത തടസ്സം ഉണ്ടാക്കി എന്നീ വകുപ്പുകളാണ് കേസ്. ആവിക്കൽ മാലിന്യ പ്ലാന്റ് വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ജനസഭയിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. LDF കൺവീനർ EP ജയരാജനെതിരായ പരാതിയിൽ മൊഴി നൽകാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തിങ്കളാഴ്ച ഹാജരാകാനാകില്ലെന്ന് ഫർസീൻ മജീദ് വലിയതുറ SHOയ്ക്ക് മറുപടി നൽകി. വലിയതുറ SHO നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് നടപടി. തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് അയക്കുന്നത് സംശയത്തിനിടവെക്കുന്നുവെന്ന് മറുപടിയിൽ പറയുന്നു. ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടിയായാണ് തിരുവനന്തപുരത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നതിനെ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് എവിടെ വെച്ചും മൊഴി നൽകാൻ തയ്യാറാണെന്നും ഫർസീൻ മജീദ് മറുപടിയിൽ പറയുന്നു. ബംഗാളിലെ അധ്യാപക നിയമന അഴിമതി കേസിൽ അറസ്റ്റിലായ അർപ്പിത മുഖർജിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 8 കോടി രൂപ കൂടി ED കണ്ടെടുത്തു. വ്യാജ കമ്പനികളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് ED വിലയിരുത്തൽ. കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജിയുമൊത്ത് ശാന്തിനികേതനിൽ നിരവധി പ്രോപ്പർട്ടികളും ഫ്ളാറ്റുകളും വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അർപ്പിതയുടെയും പാർത്ഥയുടെയും പേരിലെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അപ്പ എന്നാണ് ഒരു ഫ്ളാറ്റിന്റെ പേര്. നേരത്തെ അർപ്പിതയുടെ വസതിയിൽ നിന്ന് 50 കോടിയോളം രൂപ പിടിച്ചെടുത്തിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ ചിത്രങ്ങൾ ത്രിവർണ്ണ പതാകയാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി. പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് 15 വരെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ്ണ പതാകയാക്കി മാറ്റണമെന്നാണ് നിർദ്ദേശം. 91ാമത് മൻ കി ബാത്തിലാണ് നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ദക്ഷിണേന്ത്യയിൽ കൂടംകുളം ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളും തുറമുഖങ്ങളും നിരീക്ഷിക്കാൻ ചൈനീസ് നീക്കം. 2 ആഴ്ചയ്ക്കകം തെക്കൻ ലങ്കൻ തുറമുഖമായ ഹമ്പൻ തോട്ടയിലേക്ക് ചൈനീസ് കപ്പൽ എത്തുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്ക ബലപ്പെടുന്നത്. 750 കിലോമീറ്റർ വരെ ആകാശദൂരം നിരീക്ഷിക്കാൻ കഴിയുന്ന റഡാർ സംവിധാനങ്ങൾ കപ്പലിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുവാൻ വാങ് പരമ്പരയിൽ ഉൾപ്പെട്ട 3ാം തലമുറ നിരീക്ഷണ കപ്പൽ ഹമ്പൻ തോട്ടയിൽ നങ്കൂരമിടുന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മുമ്പ് നിഷേധിച്ചെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ കപ്പൽ തുറമുഖത്തെത്തുമെന്നാണ് ലങ്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. നിലവിൽ ലങ്കൻ തീരങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്ന മുങ്ങിക്കപ്പലുകളേക്കാൾ പ്രഹരശേഷിയും സാങ്കേതിക സംവിധാനങ്ങളും യുവാൻ വാങ് 5 കപ്പലിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 750 കിലോമീറ്റർ ആകാശദൂരം വരെ കപ്പലിൽ നിന്ന് നിരീക്ഷിക്കാനാകും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിരീക്ഷണ പരിധിയിലുണ്ടാകുമെന്ന ആശങ്കയാണ് ഇതോടെ ശക്തമാകുന്നത്. ദക്ഷിണേന്ത്യയിലെ 6 തുറമുഖങ്ങൾ, കൂടംകുളം, കൽപ്പാക്കം ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ ഈ പരിധിയിൽ ഉൾപ്പെടും. 25,000 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണിത്. അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് ശ്രീലങ്കയുടെ പ്രതികരണം. ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിലെ യുദ്ധക്കെടുതിയുടെ ഞെട്ടിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു. വിളവെടുപ്പിന് പാകമായ ഗോതമ്പ് പാടങ്ങൾ റഷ്യൻ ഷെല്ലിങ്ങിൽ കത്തിക്കരിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളു പൊള്ളിക്കുന്നത്. ഹാർക്കീവിൽ നിന്നുള്ളതാണ് ഈ ദുരന്ത കാഴ്ച. കെട്ടിക്കിടന്ന 2 കോടി ടൺ ഭക്ഷ്യധാന്യങ്ങൾ യുക്രൈനിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കോടിക്കണക്കിന് ആളുകൾ വലയുമ്പോഴാണ് ഉള്ളുലയ്ക്കുന്ന ഈ കാഴ്ച. അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഇന്ന് അർദ്ധരാത്രിയോടെ മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിൽ ഇറങ്ങും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് കടലിൽ പോകാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് തൊഴിലാളികൾ. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്നും തമിഴ്നാടിന്റെ ഒട്ടൻചത്രം ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 4-ന് ചിറ്റൂർ, നെന്മാറ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചു. പറമ്പിക്കുളം ആളിയാർ കരാറിന് വിരുദ്ധമായി ഓട്ടൻചത്ര മേഖലയിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള തമിഴ്നാടിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ്.
ആഗസ്റ്റ് 4-ന് ചിറ്റൂർ മണ്ഡലത്തിൽ പൂർണ്ണമായും, നെന്മാറ മണ്ഡലത്തിൽ നെല്ലിയാമ്പതി, അയിലൂർ, നെന്മാറ പഞ്ചായത്തുകളിലൊഴികെയുള്ള 7 പഞ്ചായത്തുകളിലും രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയാണ് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. പദ്ധതി നടപ്പായാൽ ചിറ്റൂർ താലൂക്കിലെ മൂലത്തറ, കമ്പാലത്തറ, മീങ്കര, ചുള്ളിയാർ അണകളിലേക്ക് വെള്ളം ലഭിക്കാതെ വരുമെന്നും കർഷകർ ദുരിതത്തിലാകുമെന്നും കോൺഗ്രസ് ആരോപിച്ചു. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ, തിരുപ്പൂർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് ഓട്ടൻചത്രം പദ്ധതി. ഈ പദ്ധതി നടപ്പിലായാൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഭാരതപ്പുഴയെ ആശ്രയിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളെ ബാധിക്കുമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് 18 പാലക്കാട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com